KPCC, DCC പുനഃസംഘടനാ ചർച്ചകൾ ഡൽഹിയിൽ തുടരുന്നു. SC/ST വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയ കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. 7 ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ മാറ്റിയേക്കും. KPCC ഭാരവാഹികളുടെ എണ്ണം കൂട്ടാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, KPCC, DCC പുനഃസംഘടനാ ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയും അല്പസമയം മുമ്പ് വരെയും തന്നെ ഡൽഹി കേരള ഹൗസിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നീളുകയാണ്. പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കന്മാരായ രമേശ് ചെന്നിത്തലയുണ്ട്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ അവിടെ തന്നെ ഈ കേരള ഹൗസിലുണ്ട്. ചില MP മാരെത്തി അവരുടെ ചില ആവശ്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ആന്റോ ആന്റണി ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ്, ഈ രണ്ടുപേരുമാണ് കേരള ഹൗസിലെത്തി പ്രധാനമായും ചർച്ച നടത്തിയത്. കൊടിക്കുന്നിൽ സുരേഷ് പ്രധാനമായി ഉന്നയിച്ച ആവശ്യം SC/ST വിഭാഗങ്ങൾക്ക് കാര്യമായ പരിഗണന DCC, KPCC പുനഃസംഘടനയിൽ വേണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതേസമയം ആന്റോ ആന്റണി പ്രത്യേകമായി പറഞ്ഞത് പത്തനംതിട്ട DCC അതേപടി നിലനിർത്തണം, ഇപ്പോൾ അവിടെ ഒരു അഴിച്ചുപണിയുടെ ആവശ്യകത ഇല്ല എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പുരോഗമിച്ചു വരികയാണ്. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ എന്തായാലും വളരെ അഴിച്ചുപണി ഉറപ്പാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ച DCC ഭാരവാഹികളുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ വലിയ തരത്തിലുള്ള നീക്കം നടത്താൻ തന്നെയാണ് AICC നേതൃത്വം KPCC ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും DCC ഭാരവാഹികളുടെ ഒരു പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കിയാണ് ഇവിടുന്ന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെത്തിയത്. ആ പട്ടിക ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലാണ്. ഒപ്പം KPCC ഭാരവാഹികളുടെ കാര്യത്തിലും ഇപ്പോൾ വലിയ തരത്തിലെ ചർച്ച പുരോഗമിച്ചു വരുന്നുണ്ട്. KPCC ഭാരവാഹികളുടെ എണ്ണം കൂട്ടണം എന്നൊരു നിർദ്ദേശമാണ് മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ചും ഈ DCC ഭാരവാഹി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്നവരെ KPCC ഉൾപ്പെടുത്തി കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കണം എന്നൊരു നിർദ്ദേശം മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. അതേസമയം K. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് വടക്കൻ കേരളത്തിലെ പ്രധാനമായും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഈ 3 ജില്ലകളിലും നല്ല തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടുത്തെ DCC പ്രസിഡന്റുമാർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് അവർ തൽക്കാലം മാറ്റേണ്ട ആവശ്യമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അവർ തുടരട്ടെ എന്നൊരു നിർദ്ദേശം K. സുധാകരന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാർ അവരുടേതായ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവസാന വാക്ക് ഹൈക്കമാൻഡിന്റെ മുന്നിലാണ്. ഇന്ന് വൈകുന്നേരത്തെയോ നാളെയോ തന്നെ ഒരുപക്ഷേ KPCC, DCC ഭാരവാഹികളുടെ അന്തിമ പട്ടിക പുറത്തു വരാനാണ് സാധ്യത. ശരി. KPCC, DCC പുനഃസംഘടനാ ചർച്ചകൾ ഡൽഹിയിൽ തുടരുന്നു. SC/ST വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയ കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. 7 ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ മാറ്റിയേക്കും. KPCC ഭാരവാഹികളുടെ എണ്ണം കൂട്ടാനും സാധ്യതയുണ്ട്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.